സംസ്ഥാന സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. പ്രളയക്കെടുതിയിൽ നട്ടം തിരിയുകയാണ് കുട്ടനാടും ആലപ്പുഴ ജില്ലയും. അവിടെ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കെ.സി. വേണുഗോപാൽ സംസ്ഥാന സർക്കാരിന് ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രളയക്കെടുതിയിൽ സർക്കാർ ഇടപെടണമെന്നും അവശതയിലായ കുട്ടനാടിലെ കർഷകരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന് പറയാതെ പറയുന്നുണ്ട് കെ.സി. വേണുഗോപാൽ. കണ്ണടച്ച് വിമർശനം പറയുകയല്ല കെ.സി. ചെയ്തത്. പകരം കൃത്യമായ കണക്കുകൾ നിരത്തി ഇടപെടേണ്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാണ് ആലപ്പുഴയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന എം.പി. കൂടിയായ കെ.സി. വേണുഗോപാൽ സംസാരിച്ചത്. മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ മാറി നിന്ന കുട്ടനാട് എം.എൽ.എ റെജി ചെറിയാനെ ചേർത്തു പിടിക്കാനും കെ.സി. മറന്നില്ല. അടുത്തിടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്ന് അകന്നു നിൽക്കുന്ന എം.എൽ.എയാണ് റെജി ചെറിയാൻ. പ്രളയം നാശം വിതച്ച കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കാൻ ഫോണിൽ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും കിട്ടുന്നില്ലെന്ന ഗുരുതര ആരോപണം റെജി ചെറിയാൻ ഉന്നയിച്ചിരുന്നു. കുട്ടനാട് മൊത്തം മുങ്ങിയിരിക്കുകയാണ്. വെള്ളം കയറാത്ത ഒരു വീട് പോലുമില്ല. വലിയ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ എം.എൽ.എ പക്ഷേ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നു. എന്നിട്ടും കുട്ടനാട്ടിലേക്ക് എന്തുകൊണ്ട് വന്നില്ലെന്ന ചോദ്യമാണ് റെജി എം.എൽ.എയിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ ഇരിക്കുമ്പോഴാണ് എം.എൽ.എ വിളിച്ചതെന്നും അതിനാലാണ് ഫോൺ എടുക്കാത്തതെന്നുമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതോടെ മുഖ്യമന്ത്രിയും യു.ഡി.എഫ് എം.എൽ.എയും രണ്ട് തട്ടിലായി. എന്നാൽ ഇതിൽ നിന്ന് തീർത്തും വിഭിന്നമായിട്ടാണ് കെ.സി. പ്രതികരിച്ചത്. കുട്ടനാട്ടിൽ എം.എൽ.എ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞ കെ.സി. മാറി നിന്ന് റെജി ചെറിയാനെ വിളിച്ച് അടുത്ത് നിർത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ കാണാം. ആളുകളുടെ പരാതി ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെയൊക്കെ ജീവിക്കുന്നവരെ നമ്മൾ തൊഴുതണ്ടേ. ഈ എല്ലാ വീടുകളും ഇനി വെള്ളപ്പൊക്കമായാലും വെള്ളപ്പൊക്കത്തിലല്ലെങ്കിലും വെള്ളത്തിനിടയിൽ കിടക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കൃഷിക്കാരനെ നമ്മൾ നമിക്കണം. അവർ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ അവർ നടത്തുന്നത് സത്യത്തിൽ നാടിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ജോലിയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടുന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ്, നെല്ലായാലും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധിയും പ്രയാസവും നമ്മൾ എല്ലാ പ്രാവശ്യം ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടനാട്ടിലെ കൃഷിക്കാരനെ നിലനിർത്തേണ്ടത് നാടിന്റെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന പരാതികളൊന്നും നമുക്കത് ആ പരാതികളുടെ സ്വഭാവത്തിൽ കണ്ട് പരിഹരിക്കാൻ ഇടപെടേണ്ടതാണ്. എന്തായാലും ക്യാമ്പുകളിലൊക്കെ തന്നെ പൊതുവായിട്ട് എല്ലായിടത്തും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. എവിടെയെങ്കിലും പരാതികളും പാകപ്പിഴകളും ഉണ്ടെങ്കിൽ അപ്പോഴപ്പോഴെ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആലപ്പുഴ ജില്ലയുടെ സ്ഥിതി എന്താ, കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴ ജില്ലയുടെ സ്ഥിതി എന്താ വെച്ചാൽ നമ്മുടെ സമുദ്രനിരപ്പിനേക്കാൾ താഴെ ഭൂസ്ഥിതിയുള്ള പ്രദേശമാണ്. എവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വന്നാലും അത് താങ്ങേണ്ട സ്ഥിതി ആലപ്പുഴക്കാണുള്ളത്. ഇത് എല്ലാ പ്രളയത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനു കൂടെയാണ് നമ്മുടെ ദേശീയപാത പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്ലാനിംഗ് ഇല്ലാതെയുള്ള കൺസ്ട്രക്ഷൻ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായി നമ്മുടെ നാട്ടിലെ ഈ കുട്ടനാടിനെയും ആലപ്പുഴ ജില്ലയും കേരളത്തെ പൊതുവായി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വളരെ ഗൗരവതരമായ പഠനങ്ങളിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നുള്ളതിന് സംശയമില്ല. ജനങ്ങളെ നിലനിർത്തണം, അതോടൊപ്പം നാട് നിലനിർത്തണം. അതിനാവശ്യമായ നടപടിയുണ്ടാവണം. എന്തായാലും കൃഷിക്കാരനും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും അവരെ സഹായിക്കുന്നതിനും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് വളരെ നന്ദിയുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആഭ്യന്തര മന്ത്രിയും ഒക്കെ തന്നെ അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി നടത്തുന്നുണ്ടുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. നമ്മുടെ മാവേലിക്കര എം.പി. അദ്ദേഹം ഇന്നലെ ഇവിടെ എല്ലാം വന്നു പോയിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന് വേറൊരു മീറ്റിംഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും ഇക്കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി, കുട്ടനാട് എം.എൽ.എ ഈ കാര്യത്തിൽ എല്ലായ്പ്പോഴും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉറങ്ങാതെ ഇത് കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണേ. എല്ലായിടത്തും ഒഴുകി വരുന്ന വെള്ളം താങ്ങി നിർത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ആലപ്പുഴയുള്ളത്. അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യാണ്. അപ്പോൾ മന്ത്രിമാരൊക്കെ ക്യാബിനറ്റിൽ പറയുമ്പോൾ ഇതൊരു ഗൗരവതരമായ വിഷയമാണ്. ഇതിന് പരിഹാരം കണ്ടേ പറ്റും. എല്ലാ കാലത്തും കുട്ടനാടിങ്ങനെ വെള്ളത്തിനടിയിലായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റില്ല. എന്താണ് ഇത് ശാശ്വതമായ പരിഹാരം എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടായി ആലോചിച്ച് പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണം, നടപടികൾ ഉണ്ടാക്കണം. പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, നടപടികളാണ്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് മടവീണ കൃഷിക്കാരന്റെ ഒക്കെ സ്ഥിതി എന്താണ്? ഇപ്പോൾ കൃഷി എന്തുമാത്രം പാടുപെട്ടിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ആ കൃഷി ചെയ്യുന്നവൻ ഒറ്റ മഴയിൽ ഒരു പ്രളയത്തിൽ അവന്റെ സ്വപ്നങ്ങളെല്ലാം തകരുകയാണ്. അവന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, നാടിന്റെ സ്വപ്നവും തകരുകയാണ്. അതോടൊപ്പം ആ കൃഷിക്കാരനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്.